മന്ത്രിയാവാൻ നടക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാവാൻ നടക്കുന്ന മുതലാളിമാർ ഇതൊന്നും ചിന്തിക്കില്ല. പകരം തൻ്റെ നാട്ടിലൊരു പലവ്യഞ്ജന കടങ്ങ് തുടങ്ങും. ഞാൻ പറയും പോലെ ചെയ്യാം എന്ന് പറയുന്നവർക്ക് വെളിച്ചെണ്ണ 50 രൂപയ്ക്ക് 1 കിലോ, മുളക് 1 കിലോ 10 രൂപ, മല്ലിക്ക് 2 രൂപ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. പകരം ഈ മുതലാളി പറയും, എന്നെ കാണുമ്പോഴൊക്കെ സിന്ദാബാദ് വിളിക്കണം എന്ന് പറയും. ഈ വില കുറച്ച് കിട്ടുന്നതുകൊണ്ട് നാണമില്ലാത്ത കുറേ എണ്ണം മുതലാളി സിന്ദാബാ മുതലാളി സിന്ദാബാ എന്ന് വിളിക്കുകയും ചെയ്യും. അതാണ് ഒരു പാർട്ടി കേരളത്തിലെ. തിരക്കായാൽ വീട്ടുകാരൊക്കെ എങ്ങനെ ആവും എന്ന് കേട്ടു. കാരണം MLA ആവാൻ പോവല്ലേ. MLA ആയാൽ വീട്ടുകാരൊക്കെ എന്താവും എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ വേറെ ആളെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. പക്ഷേ എല്ലാം പോച്ച്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് പോലും ഇല്ലാത്തതിനാൽ നമ്മുടെ 2 സീരിയൽ നടികളുടെ MLA മോഹം നാമനിർദ്ദേശ പത്രിക പൂരിപ്പിക്കുന്നതിന് മുമ്പേ തന്നെ കരിഞ്ഞു വീണു. ഇത്തവണ മുതലാളി 3 സീരിയൽ നടികളെയും എല്ലാത്തിലും കയറി അഭിപ്രായം പറയുന്ന ഒരു പയ്യനുണ്ടല്ലോ, മാരാര് പയ്യൻ, അവനെയും കൂടെ കൂട്ടി ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങി പോസ്റ്റർ അടിച്ചു വെച്ച വാഴക്കന്, ജോസഫ് വാഴക്കന് പോലും കൊടുക്കാൻ സീറ്റ് ഇല്ലാത്തപ്പോഴാണ് ഈ വാപോയ കോടാലിക്ക് സീറ്റ് എന്നും പറഞ്ഞ് ചെന്നത്. ആഹാ, സീറ്റില്ലേ? സീറ്റില്ല. അളിയൻ സീറ്റ് തരില്ല അല്ലേ? ഇവിടെ തരാൻ സീറ്റില്ല. എന്നാൽ ഞാൻ തെറി വിളിച്ച മുന്നണിയിൽ ചാടും. മാരാര് പയ്യൻ ചാടി. മുതലാളി ഇരു കൈ നീട്ടി സ്വീകരിച്ചു. അപ്പോൾ സ്വീകരിച്ചവൻ പറഞ്ഞത് കൊട്ടാരക്കരയിൽ സ്വന്തം നാട്ടിൽ തന്നെ മത്സരിപ്പിക്കും, കിട്ടിയില്ല. ഗണേശനെതിരെ പത്തനാപുരത്ത് മത്സരിപ്പിക്കും, കിട്ടിയില്ല. ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ് മീ അൻവർ ഷാ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ ചൂട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ സംബന്ധമായ ഒരുപാട് വീഡിയോകൾ സിനിമാ രംഗത്ത് നിന്നും സീരിയൽ രംഗത്ത് നിന്നും ഉള്ളവരൊക്കെ മത്സരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ട്രോളും ഒരുപാട് അല്ലാത്ത വീഡിയോസും ഒക്കെ നിരന്തരം ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ അടുത്ത് ഉദയം ചെയ്ത ഒരു പാർട്ടിയും അതിലെ കുറച്ച് അണികളും അതിലെ കുറച്ച് നേതാക്കന്മാരെയും കുറിച്ച് നമ്മുടെ ശാന്തിവിള ദിനേശ് ഏട്ടൻ ഒരു അവലോകനം നടത്തുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് പങ്കുവെക്കുന്നത്. അപ്പോൾ ആരും സ്കിപ്പ് അടിക്കില്ല, അവസാനം വരെ കാണുക. അതിനോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് തരിക. ലൈക്ക് ഷെയറും കമൻറ്റ് കൊടുത്ത് തരിക. നിങ്ങൾ ആരും സ്കിപ്പ് അടിക്കല്, അവസാനം വരെ കാണുക. ചിരിക്കാനുണ്ട്. ഒരു ട്രോൾ കണ്ട് ഞാൻ പൊട്ടി ചിരിച്ചു പോയി. ആദ്യം സത്യമാണെന്ന് വിചാരിച്ചു, പിന്നെയാണ് അത് ട്രോളെന്ന് മനസ്സിലായത്. എന്നെ ചതിച്ചതാ മോഹൻലാലും മമ്മൂട്ടിയും. കാരണം എൻ്റെ പ്രചരണത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് എൻ്റെ പേര് ഇലക്ഷൻ ലിസ്റ്റിൽ നിന്നും മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. ഇതിനെതിരെ ഞാനും എൻ്റെ മുതലാളിയും ആഞ്ഞടിക്കും എന്നാണ് ട്രോള്. അപ്പോൾ ഫേസ്ബുക്കിൽ അത് കണ്ടപ്പോൾ സത്യത്തിൽ ഒരു നടി പറഞ്ഞതാണെന്ന് ഞാൻ വിചാരിച്ചു, മുതലാളി ഞാൻ ഇവിടെ ആഞ്ഞടിക്കും. അതുപോലെ വേറൊരു ബൈറ്റ് കണ്ടു. ജൻ ഔഷധിയിൽ നിന്നും, അറിയാമല്ലോ പ്രധാനമന്ത്രിയുടെ ഇതാണല്ലോ ജൻ ഔഷധി, വില കുറച്ച് മരുന്നുകൾ കിട്ടുന്ന, കുറച്ച് മരുന്നുകൾ ഉള്ളെങ്കിലും നല്ല വില കുറച്ച് കിട്ടുന്നതാണ്. സാനിറ്ററി നാപ്കിൻ വാങ്ങിച്ചപ്പോൾ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്താൽ ആ സാനിറ്ററി നാപ്കിന് 10 രൂപയെ ആ കടക്കാരൻ വാങ്ങിച്ചുള്ളൂ. ഇന്നത്തെ കാലത്ത് 10 രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻ കിട്ടില്ല. ഞാനത് ഓർത്തപ്പോൾ അവിടെ നിന്ന് തേങ്ങി കരഞ്ഞു എന്നാണ് ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പറ്റാതെ പോയ നടി പറയുന്നത്. അപ്പോൾ ഇത് ചോദിച്ച ഇൻ്റർവ്യൂവിൽ ഈ ചോദ്യം ചോദിച്ച ആൾ അടുത്ത ചോദിച്ച ചോദ്യം, തിരക്കായാൽ വീട്ടുകാരൊക്കെ എങ്ങനെ ആവും എന്ന് കേട്ടു. കാരണം MLA ആവാൻ പോവല്ലേ. MLA ആയാൽ വീട്ടുകാരൊക്കെ എന്താവും എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ വേറെ ആളെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. പക്ഷേ എല്ലാം പോച്ച്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് പോലും ഇല്ലാത്തതിനാൽ നമ്മുടെ 2 സീരിയൽ നടികളുടെ MLA മോഹം നാമനിർദ്ദേശ പത്രിക പൂരിപ്പിക്കുന്നതിന് മുമ്പേ തന്നെ കരിഞ്ഞു വീണു. കണക്കിൽപ്പെട്ടതും കണക്കിൽപ്പെടാത്തതുമായ കാശ് വന്ന് കുമിയുമ്പോൾ ചില മുതലാളിമാർക്ക് ക്രിമിയടിയുടെ അസുഖം കൂടും. പിന്നെ രാജ്യസഭ MP ആകാൻ ഒരു 50 ലക്ഷം മുടക്കും. നിയമസഭയിൽ മത്സരിച്ച് MLA ആകാൻ വീണ്ടും വേണമെങ്കിൽ ഒരു 50 ലക്ഷം മുടക്കും. അതിലൂടെ മന്ത്രിയായാൽ എന്താവും ഗതി എന്ന് സ്വപ്നം കണ്ട് ഈ പണം പുല്ലുപോലെ വാരിയിറക്കും. അതിലും വലിയ അതുക്കും മേലെ സ്വപ്നമുണ്ടെങ്കിൽ സ്വന്തമായൊരു പാർട്ടി തുടങ്ങും. ഇപ്പോൾ വലിയ മുതലാളിമാരാകുമ്പോൾ ഈ CSR ഫണ്ട് യഥേഷ്ടമുള്ളതിനാൽ യൂസഫ് അലി ബായിയെ പോലുള്ള, ലുലുവിൻ്റെ യൂസഫ് അലി ബായിയെ പോലുള്ളവർ മണ്ടന്മാരായതുകൊണ്ടായിരിക്കാം 16 കോടി 20 കോടിയൊക്കെ മുടക്കി അനാഥ മന്ദിരം കെട്ടിക്കൊടുക്കാനോ, ആട്ടോ ആക്സിഡൻറ്റ് ഇല്ലാതായി കുടുംബം പട്ടിണിയാണെന്ന് അറിയുമ്പോൾ പുതിയ ആട്ടോ വാങ്ങി കൊടുക്കാനോ, കയറി കിടക്കാടമില്ല എന്ന് പറയുമ്പോൾ ഒരു വീട് വെച്ച് കൊടുക്കാനോ ഒക്കെയാണ് പൈസ ചിലവാക്കാറ്. പക്ഷേ ഈ മന്ത്രിയാവാൻ നടക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാവാൻ നടക്കുന്ന മുതലാളിമാർ ഇതൊന്നും ചിന്തിക്കില്ല. പകരം തൻ്റെ നാട്ടിലൊരു പലവ്യഞ്ജന കടങ്ങ് തുടങ്ങും. ഞാൻ പറയും പോലെ ചെയ്യാം എന്ന് പറയുന്നവർക്ക് വെളിച്ചെണ്ണ 50 രൂപയ്ക്ക് 1 കിലോ, മുളക് 1 കിലോ 10 രൂപ, മല്ലിക്ക് 2 രൂപ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. പകരം ഈ മുതലാളി പറയും, എന്നെ കാണുമ്പോഴൊക്കെ സിന്ദാബാദ് വിളിക്കണം എന്ന് പറയും. ഈ വില കുറച്ച് കിട്ടുന്നതുകൊണ്ട് നാണമില്ലാത്ത കുറേ എണ്ണം മുതലാളി സിന്ദാബാ എന്ന് വിളിക്കുകയും ചെയ്യും. അതാണ് ഒരു പാർട്ടി കേരളത്തിലെ. മുതലാളിയുടെ പാർട്ടിയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇലക്ഷൻ വന്നപ്പോൾ നമ്മുടെ മരിച്ചുപോയ ശ്രീനിവാസനും സംവിധായകനും നടനുമായ എൻ്റെ പ്രിയപ്പെട്ട ലാലുമൊക്കെ
വോട്ട് പിടിക്കാൻ ഇറങ്ങി കോട്ടക്കണക്കിന് വോട്ട് ഇവർ രണ്ടുപേരും കൂടെ ഒപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ വിജയകരമായി എല്ലാവരും തോറ്റു. മുതലാളിയുടെ സ്ഥാനാർത്ഥികളെ എല്ലാം തോൽപ്പിച്ചു എന്ന് പറയും. എനിക്കാണ് ഈ എണ്ണയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ വാങ്ങുന്നവർ എന്നെ തിരിച്ചടിച്ചോന്നാണ് എനിക്ക് സംശയം. തോറ്റു എല്ലാവരും. ഇത്തവണ മുതലാളി 3 സീരിയൽ നടികളെയും എല്ലാത്തിലും കയറി അഭിപ്രായം പറയുന്ന ഒരു പയ്യനുണ്ടല്ലോ, മാരാര് പയ്യൻ, അവനെയും കൂടെ കൂട്ടി. മാരാര് പണ്ടൊരു ചെണ്ട എന്ന് കലാഭവനിയുടെ ഒരു പടത്തിലുണ്ട് വരി. വി.ഡി. സതീശനെ അളിയാന്ന് വിളിച്ച് മടിയിൽ കയറി ഇരുന്ന് മോഡിയെയും താമരയെയും ഒക്കെ പുലഭ്യം പറയുകയായിരുന്നു ഒരു കാലത്ത് ഈ മാരാര് പയ്യൻ. സതീശൻ അളിയൻ അത് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുകയും ചെയ്തു. ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങി പോസ്റ്റർ അടിച്ചു വെച്ച വാഴക്കന്, ജോസഫ് വാഴക്കന് പോലും കൊടുക്കാൻ സീറ്റ് ഇല്ലാത്തപ്പോഴാണ് ഈ വാപോയ കോടാലിക്ക് സീറ്റ് എന്നും പറഞ്ഞ് ചെന്നത്. ആഹാ, സീറ്റില്ലേ? സീറ്റില്ല. അളിയൻ സീറ്റ് തരില്ല അല്ലേ? ഇവിടെ തരാൻ സീറ്റില്ല. എന്നാൽ ഞാൻ തെറി വിളിച്ച മുന്നണിയിൽ ചാടും. മാരാര് പയ്യൻ ചാടി. മുതലാളി ഇരു കൈ നീട്ടി സ്വീകരിച്ചു. അപ്പോൾ സ്വീകരിച്ചവൻ പറഞ്ഞത് കൊട്ടാരക്കരയിൽ സ്വന്തം നാട്ടിൽ തന്നെ മത്സരിപ്പിക്കും, കിട്ടിയില്ല. ഗണേശനെതിരെ പത്തനാപുരത്ത് മത്സരിപ്പിക്കും, കിട്ടിയില്ല. ഇവിടെ തൃക്കാക്കരയിൽ മത്സരിപ്പിക്കും, കിട്ടിയില്ല. അവസാനം വേറെ എവിടെയോ ഇപ്പോൾ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. എവിടെയോ സീരിയലിൽ നിന്ന് 2 അക്കന്മാരും ഒരു ചേച്ചിയും കൂടി വന്നു. മുതലാളിക്ക് വലിയ സന്തോഷം. 4 പേരെ കിട്ടിയില്ലേ സിനിമയിൽ നിന്ന്. 3 അല്ല 30 വന്നാലും സീറ്റും കാശും റെഡി, അങ്ങോട്ട് ചെന്നാൽ മതി. ചാനലിലൊക്കെ പടവും വാർത്തയും കിന്നാര വർത്തമാനവും എല്ലാം വന്നു. നാമനിർദ്ദേശ പത്രിക പൂരിപ്പിക്കാൻ ആരോ വിവരങ്ങൾ ചോദിച്ചപ്പോൾ 2 അക്കന്മാർക്കും വോട്ടേയില്ല. വോട്ടില്ലെങ്കിൽ എന്താ, ഞങ്ങൾ മത്സരിക്കാം എന്നവർ ഉറപ്പിച്ചു. പക്ഷേ തള്ളുകാരികളെ തള്ളും എന്നതിനാൽ നിൽക്കേണ്ടെന്ന് മുതലാളി മൊഴിഞ്ഞു. ബൊക്കെയൊക്കെ കൊടുത്ത് മുതലാളി സ്വീകരിച്ചോണം കാണാൻ. വോട്ടേഴ്സ് ലിസ്റ്റിലെ ഇല്ല എന്നുണ്ടെങ്കിൽ മുതലാളി പതുക്കെ വലിഞ്ഞു. ഒരു നിയമസഭാ സാമാജിക ആരാകണം. അവർക്ക് നിയമസഭയിൽ എന്തൊക്കെയാണ് ജോലികൾ? ആളുകളെ പറ്റിച്ച് കാശടിച്ചവരും ക്രിമിനൽ കേസ് പ്രതികളും ആരെയും എന്തും സഭ്യമില്ലാതെ പദപ്രയോഗം നടത്തുന്നവരും ഒക്കെ ആണോ നിയമസഭയിൽ എത്തുന്നത് എന്ന് അങ്ങനെയൊന്നും ഈ മുതലാളി ചിന്തിച്ചതേയില്ല. ഏത് കൂതറകൾ വന്നാലും മുതലാളി സ്വീകരിക്കും. മുതലാളി സ്വീകരിക്കുമ്പോൾ ദേശീയ പാർട്ടി അംഗീകരിക്കും. കാരണം അവരെ മുന്നണിയിൽ ഇപ്പോൾ ഉള്ള പുതിയ മുതലാളിയാണ്. എന്തായാലും എല്ലാം പൊളിഞ്ഞു. അപ്പോൾ പ്രിയമുള്ളവരെ എല്ലാവരും കേട്ടല്ലോ. അപ്പോൾ താത്വികമായ ഒരു അവലോകനം തന്നെ ശാന്തിയുള്ള ദിനേശേട്ടൻ നടത്തിയപ്പോണ്ട്. തൽപര കക്ഷികൾ ആരാണെന്നും മുതലാളി ആരാണെന്നും പാർട്ടി ഏതാണെന്നും വ്യക്തികൾ ആരാണെന്നും ഒന്നും ഞാൻ പറയണ്ടല്ലോ. കേരളത്തിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും എടുത്തു പറയുന്നില്ല അവരുടെ പേരും വിവരങ്ങളും ഒന്നും. അപ്പോൾ എന്തായാലും അവരെല്ലാവരും മത്സരരംഗത്തുണ്ട്. എല്ലാവരും ജയിക്കട്ടെ, മത്സരിക്കുന്ന എല്ലാവരും ജയിക്കട്ടെ, ആരും നോക്കണ്ട. പിടിവലിയില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ചിരിക്കാതെ എന്ത് ചെയ്യാനൊക്കും. കേരളത്തിൽ ഇങ്ങനെ ഈ ആക്ഷേപഹാസ്യം ചെയ്യുന്നതിൽ ഇപ്പോൾ യൂട്യൂബിൽ മികച്ചിരിക്കുന്ന ഒരു വ്യക്തി എൻ്റെ കാഴ്ചപ്പാട് ഇദ്ദേഹം തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇദ്ദേഹത്തിൻ്റെ അവതരണം. അങ്ങനെ കൊണ്ടുവന്നെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പഴയ വീഡിയോ ഒക്കെ യൂട്യൂബിൽ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അതുകൂടെ കയറി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വേറൊരു വീഡിയോ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. താങ്ക്